ശബരിമലയിലെ കൊള്ള നമ്മൾ അറിഞ്ഞതിലുമൊക്കെ വലുതാണ്. അതായത് ശിവരൂപം, വ്യാളി രൂപം അടക്കം പോയി, എല്ലാം കട്ടോണ്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമല അയ്യപ്പനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വലിയ സംശയമുണ്ട്. ഇപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കൂടുതൽ ദില്ലി യാത്രയെക്കുറിച്ച്, അതായത് സോണിയാഗാന്ധിയെ കാണാൻ എന്തിനു പോയി, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മാത്രമല്ല, ഒരിക്കൽ ചോദ്യം ചോദിച്ച് വിട്ട PS പ്രശാന്തിനെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള എങ്ങോട്ടാണ് പോകുന്നത്? മൊത്തം കോൺഗ്രസിലേക്കാണോ, അതോ കോൺഗ്രസ് CPM തമ്മിൽ കട്ടതാണോ, അതോ മറ്റാരെങ്കിലും വലിയ സാവ് ഇതിലുണ്ടോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് ആശയക്കുഴപ്പമുണ്ടോ? മോഷണം നടന്നത് എവിടെയാണ്? ശബരിമല. ശബരിമല മോഷണം നടന്നപ്പോൾ ഇവിടെ ഭരിച്ചിരുന്ന ആരാണ്? CPM. ദേവസ്വം ബോർഡിൽ ആരായിരുന്നു ആളുകളെ നിയമിച്ചത്? CPM. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ടോ? സകലമാന മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിന് സമാധാനം പറയണം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ അല്ല, ആരാ? ഭക്തന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അയ്യപ്പ സേവാ സംഘത്തിനെയാണ്. ശബരിമല സ്വതന്ത്രമായ ബോർഡാണ്, അതിൽ ഇടപെടില്ല. ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. സ്വന്തം ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ആശുപത്രി കൊണ്ടുവന്നത് ആരാ? ആണ് അന്യ വീട്ടിലെ പുരുഷനാണ്. ഭർത്താവെല്ലാം കൊണ്ടുപോണ്ടേ. ഭർത്താവിന് ഉത്തരവാദിത്തം ഒഴിയാൻ പറ്റുമോ? അതുപോലെയാണ് കടകംപള്ളിക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പിന്നെ എനിക്ക് ദേവസ്വം വേണ്ടെന്ന് അന്നേ പറയണമായിരുന്നു. ആ ദേവസ്വത്തിൽ നടക്കുന്ന സകലമാന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ആർക്കാണ്? ദേവസ്വം മന്ത്രിക്കാണ്. സംശയമുണ്ടോ? നോക്കൂ, അരാവലിയിൽ ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി അങ്ങനെയാണോ വണ്ടി ഓടിച്ചിരുന്നത്? രാജിവെച്ചേന്ദ്ര വണ്ടി ഓടിച്ച അദ്ദേഹമല്ലല്ലോ, ലോക്കോ പൈലറ്റ് അദ്ദേഹമായിരുന്നു. അത് ഞാനൊന്നും കണ്ടിട്ടില്ലെന്നും പറഞ്ഞ് ഉത്തരവാദിത്തം നിന്ന് ഒഴിവിലും കള്ളത്തരവും. അത് സത്യസന്ധതയില്ലായ്മയാണ്. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, ഓൺ അപ്പ് ദി റെസ്പോൺസിബിലിറ്റി. അതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെയും അതുപോലെ തന്നെ ഒരു ഭരണാധികാരിയുടെയും പ്രാഥമികമായ ചുമതല. ഹീ ഷുഡ് ഓൺ അപ്പ് ദി റെസ്പോൺസിബിലിറ്റി. അത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എല്ലാം കള്ളം തെളിഞ്ഞു വരികയാണ്. ഫയലൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന അയാൾ തന്നെ കൊണ്ടുപോയി ഒരു ഫയൽ ഒപ്പിടിച്ച് വാങ്ങിക്കുന്നത്. എന്തൊരു തോന്നിയവാസം അവിടെ നടക്കുന്നതെന്നേ. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോ ഫയല് നമ്മുടെ സർക്കാർ ഓഫീസിലൊരു ഫയൽ മാഷിന് കിട്ടുമോ? ഈവൻ പത്രക്കാർ വലിയ സ്കൂപ്പ് എക്സ്ക്ലൂസീവ് ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ആ ഫയലിൻ്റെ ഒരു കോപ്പി സർക്കാർ ഉദ്യോഗസ്ഥൻ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ വെച്ച് കോപ്പി എടുത്ത് ഇവർക്ക് കൊടുക്കും. ആ കോപ്പിയുള്ള രേഖയായിട്ട് പത്രങ്ങൾക്ക്. അതാണ് ഭയങ്കര മനോരമയുടെ പത്രപ്രവർത്തകരുടെ കഴിവുണ്ടോ നമ്മൾ ചോദിക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വെച്ചപ്പോൾ ആരെയാണ് ഈ എക്സ്ക്ലൂസീവായിട്ടും അതുപോലെ തന്നെ സ്കൂപ്പായിട്ടും ഒക്കെ വരുന്നത്? മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലാതെ തൊടാൻ പാടില്ലാത്ത ചുവപ്പ് നാടയിട്ട് കെട്ടി ആ ഫയല് എങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പരികർമ്മിക്ക് കിട്ടി? പരികർമ്മി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫല്ല. കീഴ്ശാന്തി എന്ന് പറയുന്ന സ്റ്റാഫാണ്, ക്ലാസ് 4 ജീവനക്കാരനാണ്. ആ ക്ലാസ് 4 ജീവനക്കാരൻ്റെയും താഴെയുള്ള ആൾക്ക് എങ്ങനെ ഫയൽ കിട്ടി? അയാൾ എങ്ങനെ കൊണ്ടുപോയി മന്ത്രിയെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചു? മന്ത്രി അത് ഒപ്പിടാൻ എങ്ങനെ തയ്യാറാക്കി? ഭരണത്തിൻ്റെ മിനിമം ഹരിശ്രീയെങ്കിലും ഇയാൾക്ക് അറിയാൻ മേലെ. ഭീകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ളത്. ഭീകരമായ മോഷണങ്ങളാണെന്ന് അനുനിമിഷം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രഭാമണ്ഡലം മുഴുവൻ മോഷണം പോയി, ശിവരൂപം പോയി, വ്യാളി രൂപം പോയി. അയ്യപ്പൻ്റെ രൂപം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സുഭാഷ് കപൂർ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് വെച്ചിരിക്കുന്നതായിരിക്കാനാണ് വഴിയെന്നാണ് കോടതി പോലും സംരക്ഷിക്കുന്നത്. ശിവ എന്നും കൂടെ നമ്മൾ വിളിക്കേണ്ട ഒരു പരുവത്തിലേക്കാണ്. എന്ത് തോന്നുന്നു? ശബരിമലയിൽ നമ്മൾ അറിഞ്ഞതും കണ്ടതും ഒന്നുമല്ല മൊത്തത്തിൽ. അതായത് ഇനി അവിടെ ഒന്നുമില്ല കൊണ്ടുപോകാൻ. അത്രമാത്രം നമ്മൾ പറയില്ലേ, എല്ലാം പൊക്കി എടുത്തോണ്ട് പോയി, ഒരു കഷ്ണം പോലും വെച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ മൊത്തവും കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരും കൈയൊഴിഞ്ഞു. കടകംപള്ളി പറയുന്നത് എനിക്കറിയില്ല, ഞാൻ മന്ത്രി മാത്രമാണ്, ഞാൻ ദേവസ്വത്തിന്റെ ഒന്നുമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന അവർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. പത്മകുമാർ പറയുന്നിട്ടാണ് മറ്റേത് ചെയ്യുന്നത്. വിജയകുമാർ പറയുന്നത്, പത്മകുമാർ പറയുന്നത് എന്റെ ദൈവതുല്യനായ ആള് പറഞ്ഞിട്ടാണെന്ന്. പറച്ചിലുകൾ മാത്രമേ ഉള്ളൂ. കൊണ്ടുപോയത് ആരാണെന്ന് ഇതുവരെ ആരും പറയുന്നുമില്ല, ആരും ഒട്ട് പിന്നെ അന്വേഷിക്കുന്നുമില്ല. കോടതി എന്തെങ്കിലും പറയുമ്പോൾ മാത്രം ആരെങ്കിലും എവിടെയെങ്കിലും പോയി 2 പേരെ പിടിച്ചുകൊണ്ട് വരും കോടതിക്ക് മുന്നിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണോ പോകുന്നത്? അന്വേഷണം നടത്തുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ നിന്ന് എടുത്ത ഉദ്യോഗസ്ഥന്മാരെ രൂപീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്നു. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന നിർദ്ദേശം എന്തായിരിക്കും? ഹൈക്കോടതിയിൽ എങ്ങനത്തെ ഒരു റിപ്പോർട്ട് കൊടുക്കണം? പണ്ട് നമ്മുടെ നാട്ടിലെ ലവ് ജിഹാദിനെ കുറിച്ച് ഒരു അന്വേഷണം നടന്നപ്പോൾ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു. അത് അന്വേഷിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം അന്വേഷിച്ച റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന് കൊടുത്ത് പറഞ്ഞു, ഈ റിപ്പോർട്ട് ശരി, ഇത് ഞങ്ങൾക്കും അറിയാം, പക്ഷെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു റിപ്പോർട്ടല്ല, ഇതില്ലെന്ന് പറഞ്ഞ റിപ്പോർട്ട് വരണമെന്നാണെന്ന് പറഞ്ഞത്. തിരുത്തി എഴുതി കൊടുക്കേണ്ടി വന്നു. എന്നതുപോലെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന രീതിയിൽ എഴുതി കൊടുക്കേണ്ട ബലിയാടുകളാണ് ഉദ്യോഗസ്ഥന്മാർ. ഈ ഹൈക്കോടതിക്ക് നേരിട്ട് വന്ന് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനവുമില്ല.
അത് ഹൈക്കോടതിയുടെ ഒരു പരിമിതിയാണ്. ആ പരിമിതിയെ ബുദ്ധിപരമായി മറികടന്നുകൊണ്ട് ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ വന്നു, എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുക എന്നുള്ളത്. ഈ വ്യക്തി എന്തുകൊണ്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി എന്നുള്ളത് അപ്പം നമ്മുടെ ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷെ ചോദ്യത്തോടൊപ്പം ഒരു ഉപചോദ്യം കൂടെ ഉണ്ട്. എന്തുകൊണ്ട് ഈ ഒരു വ്യക്തി അവിശ്വാസിയായ ദൈവവിശ്വാസിയല്ല മുഖ്യമന്ത്രിയോടൊപ്പവും നിൽക്കുന്നു, ഇദ്ദേഹം എല്ലാ രാഷ്ട്രീയക്കാരോടൊപ്പം നിൽക്കുന്നു. ഇതിൽ വിവാദത്തിൽ ആരൊക്കെയാണോ എതിർസ്ഥാനത്ത് നിൽക്കുന്നത് അവരോടൊപ്പം ഇദ്ദേഹത്തിന് വളരെ അടുത്ത നല്ല സ്വകാര്യ ബന്ധം, അതായത് വളരെ വ്യക്തിപരമായ ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരൊറ്റ കാര്യമെടുത്ത് നോക്കൂ, 10 വർഷമായിട്ട് ശബരിമലയെ ഭരിക്കുന്നത് ആരാണ്? CPM. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ഒരു ഗവൺമെന്റിന്റെ എന്താ എല്ലാ അധികാരങ്ങളും ശബരിമലയിൽ തൂണിലും തുരുമ്പിലുമുണ്ട്. അവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത്, നടത്തുന്നത്, അവിടുത്തെ ചെറുതും വലുതുമായ എല്ലാ കാര്യവും നിശ്ചയിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് എന്ന് വെച്ചാൽ മൊത്തം രാഷ്ട്രീയ നിയമനമാണ്. ഒരൊറ്റ വിശ്വാസം അതിലില്ല. ഒരു 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 ഗതികേട് നോക്കൂ. ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ശബരിമല ആ ഒരു പുണ്യപാവനമായ സ്ഥലത്തേക്ക് വിശ്വസിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ പോലും ഇത്തരം ഈ പറയുന്ന ഈ വിഴുപ്പുകൾ അവിടെ ഭരിക്കുന്ന കാര്യം അറിഞ്ഞുകൂടാ. കഴിവില്ലാത്തവരും ആർത്തിക്കാരുമായ ആൾക്കാരുടെ കയ്യിലേക്ക് ശബരിമലയുടെ ഭരണം കൊടുത്തിട്ട് ഇപ്പോൾ ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ VS അച്യുതാനന്ദന്റെ വാക്കുകളാണ്. നമ്മളെല്ലാം അരിയാഹാരമാണ് കഴിക്കുന്നത് എന്നാണ് അദ്ദേഹം പണ്ട് പറഞ്ഞത്. VS ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പ്രതിഷേധവുമായിട്ട് ശബരിമലയിൽ വിശ്വാസിയല്ല അദ്ദേഹം. അവിടത്തേനെയും പ്രതിഷേധവുമായിട്ട് കള്ളന്മാരെ, തീവട്ടി കൊള്ളക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമായിട്ട് പണ്ട് മൂന്നാർ കുന്നു കയറിയതുപോലെ ശബരിമല കുന്നു കയറിയത് വിശ്വാസം കൊണ്ടല്ല, സത്യസന്ധത കൊണ്ട് അല്ലേ? VD സതീശൻ പറയുന്നു കൂടുതൽ അന്വേഷണങ്ങൾ വേണം, SIT സമ്മർദ്ദത്തിലാണ്. SIT സമ്മർദ്ദത്തിലാണ് കൂടുതൽ അന്വേഷണമൊക്കെ വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം കാർത്തിക് സാർ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഇവർക്കൊരു പരാതി അല്ലെങ്കിൽ ഒരു കക്ഷി ചേർന്ന് ഹൈക്കോടതിയിൽ ഇവർക്കൊരു ഇത് കൊടുക്കാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അത്തരത്തിൽ ഇവരതിന് പോവാത്തത്? അവരുടെ പേടിയെന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് ചെന്ന് നേരെ സോണിയാഗാന്ധിയുടെ അവിടെയും പോയി ഇറ്റലിയിലും പോയി ഗണപതി ഷോപ്പ്, ഇറ്റലിയിലുള്ള ഗണപതി ഷോപ്പിലും പോയാൽ എന്ത് ചെയ്യും? മാഡത്തിൻ്റെ അപ്രീതിക്ക് പാത്രമാവില്ലേ? പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ പറ്റും? അതാണോന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്കറിയില്ല. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് തന്നെ. NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ ഒരു കാര്യം പറഞ്ഞിരുന്നു അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ. അന്വേഷണമൊക്കെ ശരിയായ ദിശയിലാണ് പോകുന്നത്, അത് ശരിയായ ദിശയിലല്ലെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പറയുന്നു. ആ അദ്ദേഹം ഇപ്പോൾ എന്തു പറയുന്നു? പെരുന്നയിലെ ആ മാർപ്പാപ്പ ഇപ്പോൾ എന്തു പറയുന്നു? അറിയാൻ കൗതുകമുണ്ട്. ഹൈക്കോടതി പറഞ്ഞു അന്വേഷണം ശരിയായ ദിശയിലല്ല, നിങ്ങൾക്ക് എന്താ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ എന്താ പേടി എന്ന് ചോദിച്ചു. എന്ന് മാത്രമല്ല, അന്ന് നമ്മൾ 109 ഗ്രാം 109.243 ഗ്രാം സ്വർണത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ ആ സ്വർണത്തിൻ്റെ അളവ് ബഹുശതം കൂടിയിരിക്കുന്നു. വളരെ പ്രഭാമണ്ഡലം മുഴുവൻ അടിച്ചുപോയി. ശിവരൂപം, വ്യാളിരൂപം. ഈ NSS ഇതൊന്നും കാണുന്നില്ലേ? NSSൻ്റെ കരയോഗാംഗങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? നെഞ്ചത്തടിച്ച് വിളിച്ചുകൊണ്ടൊരു ജാഥ നടത്തിക്കൂടെ? നാമജപമൊന്നും പോരാ ഇതിന്. ഇത് നെഞ്ചത്തടിച്ച് വിളിച്ചുകൊണ്ടൊരു കരച്ചിൽ നടത്തിക്കുക. നിങ്ങൾക്ക് അക്രമം നടത്താൻ വയ്യ, അങ്ങനെ വേണ്ട. ആക്രമണകരമായ പ്രക്ഷോഭങ്ങളും നമുക്ക് ആവശ്യമില്ല. പക്ഷെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടക്കാമല്ലോ. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെന്നേ. സാർ, അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് 52 ശബരിമലയിലെ തീവെപ്പ് കേസ് നമുക്കറിയാമല്ലോ. ഗവൺമെന്റ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. ജുഡീഷ്യൽ റിപ്പോർട്ട് വന്നിട്ട് അത് പുറത്തുവിടാത്ത ഗവൺമെന്റാണ്. നിലയ്ക്കൽ പ്രശ്നം വന്നപ്പോൾ കരുണാകരൻ ആരുടെ കൂടെയായിരുന്നു? ഏതായാലും വിശ്വാസികളുടെ കൂടെയല്ല. കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ഒറ്റയാൾ പടയാളിൽ നിന്നാണ് അതിന് പരിഹാരമുണ്ടാക്കിയത്. എന്ന് പറയുന്നത് നമ്മുടെ ഭരണപക്ഷത്തുള്ള ആൾക്കാർ എപ്പോഴും ശബരിമലയെ കറക്കുവാനായിട്ട് അവർക്ക് നന്നായിട്ട്, പക്ഷെ അതിന് പുല്ലും വൈക്കോലും കൊടുക്കുക, അതിന് തൊഴുത്ത് കെട്ടി സംരക്ഷിക്കുക എന്ന നിലപാട് അവർക്കില്ല. നമുക്ക് ഉത്തരവാദിത്വമില്ല. ഭാര്യ ഗർഭിണിയായി കഴിയുമ്പോൾ ആശുപത്രി കൊണ്ടുപോയിരിക്കുന്ന ഭർത്താവിനെ പോലെയുള്ള നിരുത്തരവാദിത്വമാണ് ഇപ്പോൾ ഓരോരുത്തരും പറഞ്ഞു മാറി. എന്തായാലും സത്യം പുറത്തു വരട്ടെ, നമുക്കും പ്രതീക്ഷിക്കാം, വരുമായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും വരും. അയ്യപ്പൻ നോക്കിക്കോളൂ ഇവരെ കൊണ്ട്.